മുമ്പിൽ ഞാൻ ഒരു പുതിയ ടോപ്പിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് BMI? ഒരാളിൻ്റെ ശരീരവണ്ണത്തിൻ്റെ അളവുകോലിനെയാണ് നമ്മൾ BMI എന്ന് പറയുന്നത്. BMI എങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെയോണ്ട് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, നമ്മുടെ ഹൈറ്റും ഒരാളിൻ്റെ ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് BMI എന്ന് പറയുന്നത്. ഈ BMI കൂടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പ് അഥവാ ഫാറ്റ് തന്നെയാണ്. ഇത് ഒരു പരിധി വരെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ വ്യായാമത്തിലൂടെയും ആഹാര രീതിയിലൂടെയാണ് നമ്മൾ ഒരു പരിധി വരെ BMI നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത്. BMIയുടെ കുറച്ച് നോർമൽ റേഞ്ചസ് പറഞ്ഞുതരാം. 18.5 താഴെയാണ് നിങ്ങളുടെ BMI റേഞ്ച് എങ്കിൽ നിങ്ങൾ അണ്ടർ വെയ്റ്റിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷെ 18.5 മുതൽ 24.9 വരെയാണ് നിങ്ങളുടെ BMI റേഞ്ച് എങ്കിൽ നിങ്ങൾ നോർമൽ വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. 25-നും 29.9-നും ഇടയിലാണ് നിങ്ങളുടെ BMI എങ്കിൽ നിങ്ങൾ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറി. 30-നും 34.9-നും ഇടയിലാണ് നിങ്ങളുടെ BMI റേഞ്ച് എങ്കിൽ നിങ്ങൾ ക്ലാസ് 1 ഒബിസിറ്റിയിലോട്ട് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ 35 മുതൽ 39.9 ഇടയിലാണെങ്കിൽ ഒബിസിറ്റി ടൈപ്പ് 2-ലോട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. 40-ന് മുകളിലാണ് നിങ്ങളുടെ BMI റേഞ്ച് എങ്കിൽ ക്ലാസ് 3 ഒബിസിറ്റിയിലോട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ BMI വാല്യൂ കൂടുന്നതനുസരിച്ച് നമുക്കുണ്ടാകുന്ന കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഈസ് കൊറോണറി ഹാർട്ട് ഡിസീസ്. അതായത് നമ്മളെ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളുണ്ട്. ആ രക്തധമനികളുടെ ഇടയിൽ കൊഴുപ്പടിഞ്ഞുകൂടും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ കറക്റ്റ് അളവിൽ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ വരികയും അത് ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അതായത് നമ്മളെ ബ്ലഡിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന ഒരവസ്ഥ. ഹൃദയ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ആ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന സമയത്ത് രക്തക്കുഴലുകളിൽ വരുന്ന ഉയർന്ന സമ്മർദ്ദത്തിനെയാണ് നമ്മൾ രക്തസമ്മർദ്ദം അഥവാ BP എന്ന് പറയുന്നത്. ഇതും BMI ലെവൽ കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടാൻ ചാൻസ് കൂടുതലാണ്. വേറൊരു കണ്ടീഷനാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ആ ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ ആ കറക്റ്റ് അളവിൽ അത് നടക്കാതെ വരികയും അവിടെയുള്ള കോശങ്ങൾക്ക് കറക്റ്റ് ഓക്സിജൻ്റെ ലെവൽ കിട്ടാതെ വരികയും അത് നശിച്ചു പോകുന്ന ഒരു കണ്ടീഷനെയാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. അതായത് ബ്രെയിനിൽ വരുന്ന ഒരു സ്ട്രോക്കാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. ഇതും നമ്മുടെ BMI ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തൊരു കണ്ടീഷനാണ് ക്യാൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കണ്ടീഷനാണ് ക്യാൻസർ. അതായത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെൽസുകളുണ്ട്. അതിൽ ആവശ്യമില്ലാത്ത സെൽസുകൾ നന്നായിട്ട് വളരുകയും അടുത്തുള്ള സെൽസുകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ക്യാൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് BMI കുറയ്ക്കാൻ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. BMI കുറയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതാണ്. അതായത് കറക്റ്റ് അളവിൽ വെള്ളം കുടിക്കുക. 20 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ എന്ന കണക്കിന് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ്റെ അളവ് സഫീഷ്യൻ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ കറക്റ്റ് അളവിൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, കറക്റ്റ് അളവിൽ പോഷകാഹാരങ്ങൾ കഴിച്ചിട്ട് ഒരു നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് BMI കുറയ്ക്കാൻ ചെയ്യേണ്ടത്. BMI കുറയ്ക്കാൻ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് എക്സസൈസ്. മിനിമം 30 മിനിറ്റ്സ് എങ്കിലും ഡെയിലി ബേസിൽ ഒരു എക്സസൈസ് ഓറിയൻറ്റേഷൻ ലൈഫ് സ്റ്റൈലിലോട്ട് നിങ്ങൾ ചേഞ്ച് ആവണം. BMI ലെവൽ കുറയ്ക്കാൻ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതായത് കറക്റ്റായിട്ട് ഒരു 6 to 7 hours നന്നായിട്ട് ഉറങ്ങുക. അതുപോലെ സ്ട്രെസ് റിലീഫായിട്ട് ഇരിക്കുക. ഒരുപാട് നേരം ഒരു സ്ഥലത്ത് ഇരിക്കുക. ഒരു 20 മിനിറ്റ് നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യുന്ന ആളാവുക. നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് BMI ലെവൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് BMI ലെവൽ കൂടുതലാണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു ഡയറ്റ് പ്ലാനിലൂടെയും ഒരു എക്സസൈസ് ഓറിയൻറ്റേഷൻ ലൈഫ് സ്റ്റൈലിലൂടെയും നിങ്ങൾക്ക് BMI കുറയ്ക്കണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് ജോഹറ, വെൽനസ് കോച്ചാണ്, ലൈഫ് സ്റ്റൈൽ വെൽനസ് സെൻ്റർ കലമ്പലം. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ലെവലിലുള്ള BMI ലെവൽ അറിയാൻ പറ്റും. താങ്ക് യു.